എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇറ്റലി. ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയിലാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 ഓസ്കാർ അവാർഡിനർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. ആൻസർ ഓപ്ഷൻ ബി, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ് 2026 ഓസ്കാർ അവാർഡിനർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രം. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? നിലവിലെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ആൻസർ ഓപ്ഷൻ ഡി, എ കൗശികൻ. എ കൗശികനാണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വാതി നിരഞ്ജൻ ജ്യോതി. സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ദീപാവലി. ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, കലിംഗ സ്റ്റേഡിയം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത്. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ബിശ്വനാഥ് സിൻഹ. ബിശ്വനാഥ് സിൻഹയാണ് കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിസ് BR ഗവായ്. ജസ്റ്റിസ് BR ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. എന്നാൽ ഇന്ത്യയുടെ നിലവിലെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആരാണ്? 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ്. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏത്? സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ബി, KSFE. KSFE ആണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രിയദർശിനി. പ്രിയദർശിനിയാണ് കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലത്തെ ചെയർപേഴ്സൺ. ആൻസർ ഓപ്ഷൻ ഡി,
വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലത്തെ ചെയർപേഴ്സൺ. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജീവനിയാണ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി, 2023 ഏപ്രിൽ. 2023 ഏപ്രിലാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. ചരക്ക് സേവന നികുതിയിലുണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്ക് സേവന നികുതിയിലുണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, 12% 28%. 12% 28% സ്ലാബുകളാണ് ചരക്ക് സേവന നികുതിയിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം എന്നതാണ് 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 1 കോടി തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 1 കോടി തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അസമാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 1 കോടി തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ മലയാളി വംശജൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ മലയാളി വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അനിൽ മേനോനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ മലയാളി വംശജൻ. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത്? 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹിയാണ് 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത്. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യയാണ് അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വർക്കലയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത്? 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രാൻസ് ആണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025
തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി 40%. 40%. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചുമൂർ. ചുമൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമം. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രതിമാസം 3 ആർത്തവാവധി നിർദ്ദേശിച്ച സംസ്ഥാനം ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി പ്രതിമാസം 3 ആർത്തവാവധി നിർദ്ദേശിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രതിമാസം 3 ആർത്തവാവധി നിർദ്ദേശിച്ച സംസ്ഥാനം. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും നൽകുന്ന പഠന സഹായ പദ്ധതി ഏതാണ്? മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്നേഹപൂർവം. സ്നേഹപൂർവമാണ് മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ജപ്പാൻ. ജപ്പാനിലാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. 2026 ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹോനോ ഹോനോ. ഹോനോ ഹോനോയാണ് 2026 ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. 22ാമത് പി കേശവദേവ് പുരസ്കാര ജേതാവ് ആരാണ്? 22ാമത് പി കേശവദേവ് പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് 22ാമത് പി കേശവദേവ് പുരസ്കാര ജേതാവ്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കാനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കിൻഫ്ര. കിൻഫ്രയാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ. ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മോസ്. ബ്രഹ്മോസ് ആണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോകസങ്കരം ഉപയോഗിച്ചാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ആൻസർ ഓപ്ഷൻ എ നിക്കൽ സിൽവർ. നിക്കൽ സിൽവർ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത്. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ എ MNREGA. MNREGA അഥവാ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമമാണ് വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെട്ടിട്ടില്ലാത്തത്? ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ
2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നതാണ് ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഉൾപ്പെടാത്തത്. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ജോൺ എം മാർട്ടിനസ്. ജോൺ എം മാർട്ടിനസ് ആണ് താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി. ജോൺ എം മാർട്ടിനസ് കൂടാതെ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡൊവേറൈറ്റ് എന്നിവർക്കും 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചു. താഴെ പറയുന്നവയിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? താഴെ പറയുന്നവയിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ സി, ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് താഴെ പറയുന്നവയിൽ ഭൗതികശാസ്ത്രത്തിൽ സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉസ്മാൻ ഡെംബാലെ. ഉസ്മാൻ ഡെംബാലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഐതാന ബോൺമതി. ഐതാന ബോൺമതിയാണ് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയ താരം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചിറ്റൂർ. ചിറ്റൂർ നിയോജക മണ്ഡലമാണ് 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പുതിയ പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തന്തപ്പേര്. തന്തപ്പേരാണ് 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത്. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3 മാത്രം. 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 2 മെക്സിക്കോ, 3 കാനഡ. USA-യിലും മെക്സിക്കോയിലും കാനഡയിലും വെച്ചാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ
2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഐഹിക മുഖർജി. ഐഹിക മുഖർജിയാണ് ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത്. കേരളത്തിലെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള ആരോഗ്യവകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി കെ മുരളീധരൻ. കെ മുരളീധരനാണ് കേരളത്തിലെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ കെ എം ഷാജി. കെ എം ഷാജിയാണ് കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി.